ഹായ് ഫ്രണ്ട്സ്. എന്നിട്ട് നമ്മളിപ്പോൾ ഇന്ന് എവിടെ പോകണം? വലിയൊരു വരാൽ വേട്ട ഉള്ള സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഞങ്ങൾ ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ നിന്ന് നേരെ ചങ്ങനാശ്ശേരി റൂട്ടിൽ കിടങ്ങറ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോവാണ്. അവിടെ നിറയെ മീനുണ്ടെന്നാണ് കേട്ടത്. അപ്പം അവിടെ നമ്മളെ കാത്ത് കുറച്ച് പേരും കൂടെ നിൽപ്പുണ്ട്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരു മീൻ പിടുത്തവും എല്ലടിയും കുക്കിങ്ങും എല്ലാ പരിപാടിയും ഉണ്ടായിരിക്കും കേട്ടോ. ആദ്യം തന്നെ പറയാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. മീൻ പിടുത്തം ആർക്കാണ് ഇഷ്ടപ്പെടാത്ത അല്ലേ? അപ്പം നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഒരു കാര്യം സ്കിപ്പ് ചെയ്യാതെ കാണും. വലിയ വരാലിനെ പിടിക്കാൻ പോണം കേട്ടോ. അപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും, ഞങ്ങൾ വലിയ ചാനലുകാരല്ലെന്ന് ഞാൻ എപ്പോഴും പറയും. കാണാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത് കേട്ടോ, ഞങ്ങളുടെ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, ദയവ് ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. ബൈ ബൈ, റൂട്ടിൽ കാണാം. പെട്ടെന്ന് പോട്ടെ എടാ. ടാറ്റാ. കിടങ്ങറയിൽ എത്തിയേക്കുവാണ്. കിടങ്ങറ എന്ന പേര് ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. എന്തായാലും ഇവിടെ ഞങ്ങളെ കൊണ്ടുവന്നതിന് ഷിബുവിന് ഒരുപാട് നന്ദി. അല്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഇവിടെ വരാനാ ഇതൊന്നും കാണാനാ പോകുന്നില്ല. ഈ നിൽക്കുന്നതാണ് ഷിബു. നന്ദി എന്റർടൈൻമെന്റ്സ് എന്ന് പറഞ്ഞ ചാനലിലെ വ്ളോഗറാണ്. അപ്പൊ ആ ചാനലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് മീൻപിടുത്ത കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ഞങ്ങളെ പോലൊന്നും വലിയ മീൻപിടുത്തക്കാരനാണ്. അപ്പൊ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഞങ്ങൾ വന്നപ്പോ തന്നെ പറഞ്ഞു ഒരു മീനെ പിടിച്ചു വെച്ചിട്ടുണ്ടെന്ന്. അപ്പൊ ഏത് മീനാന്ന് നമുക്ക് നോക്കാം. ഇത് കണ്ട എന്ത് മനോഹരമായ ഒരു സ്ഥലമാണെന്ന് കണ്ട. ഈ വെള്ളത്തിന്റെ നടുക്കാണ് പള്ളി നിൽക്കുന്നത്. കിടങ്ങറ പള്ളിയാണെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. എന്തായാലും അടിപൊളി ഒരു സ്പോട്ടാന്നറിയാം. കുറെ പേര് ഇവിടെയൊക്കെ നിന്ന് മീൻ പിടിക്കുന്നുണ്ട്. ഈ പാലം ഇല്ലേ, ഇതിന്റെ മുകളിൽ കൂടെ നിറയെ വണ്ടികൾ പോകുന്നു. ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തര് വന്ന് കുളിക്കുന്നേം കാണാം. നമ്മുടെ വ്ളോഗർ പിടിച്ച, അങ്ങനെ നമ്മുടെ ആലപ്പുഴ നന്ദി വ്ളോഗർ പിടിച്ച, നന്ദി എന്റർടൈൻമെന്റ്സ് വ്ളോഗർ പിടിച്ച വാഹവരാലാണ് കേട്ടാ. ഇന്ന് പൊരിക്കാൻ വരട്ടെ. ആദ്യം വേറെ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അത് പൊരിക്കാം. ഈ വാഹ അത്ര ടേസ്റ്റ് അല്ലെന്നാ പറഞ്ഞത്. അച്ചാറിടാനാണ് സൂപ്പർ. നമുക്ക് നോക്കാം. വേറെ മീൻ കിട്ടുവാണെങ്കിൽ അതല്ലേ നമുക്ക് നല്ലത്. അപ്പൊ നോക്കാം കേട്ടാ. ലാസ്റ്റ് ഒന്നും കിട്ടിയില്ല, നമുക്ക് ഇറക്കി നോക്കാം. അങ്ങനെ ചൂണ്ട ഇറങ്ങിയേക്കുവാണ് കേട്ടാ. ചെമ്മീനാണ് തീറ്റിയിട്ടേക്കുന്നത്. നീരാളി ചൂണ്ടയിൽ അപ്പുറത്ത് നിൽക്കുന്നവർ ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് കിട്ടിയില്ല, അവർക്കെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. അടിപൊളി സ്ഥലം അല്ലേ, എന്ത് രസമാണെന്ന് നോക്കിയേ. ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഓരോ ഭംഗിയാണ്. എന്തായാലും സൂപ്പറാ. ഒരു പള്ളിയൊക്കെ കണ്ട. പള്ളിയുടെ പേര് എനിക്കറിയത്തില്ല, കിടങ്ങറപ്പള്ളിയാണെന്ന് തോന്നുന്നു. ഇവിടെ ആള് ഒരു ഏർ ചൂണ്ട തയ്യാറാക്കുന്നു. എനിക്കുള്ള ചൂണ്ട തയ്യാറാക്കി ആദ്യം തന്നൂടെ? മീൻ പിടിക്കുന്നവർക്ക് വേണം ആദ്യം കൊടുക്കാൻ. മീൻ കിട്ടാത്തവർക്ക് ലാസ്റ്റ് പോരെ. ഈ വടായി മാത്രല്ലേ ഉള്ളൂ. ഭയങ്കര വയ്യേട്ടാ, പനിയായിരുന്നു. അത് കഴിഞ്ഞ് ഭയങ്കര കഫക്കെട്ടും ചുമയൊക്കെയാണ്. വീഡിയോ പിടിക്കാൻ പറ്റുമെന്ന് പോലും തോന്നിയല്ല, എങ്കിലും വന്നതാണ് കേട്ടാ. അപ്പം എല്ലാം റെഡിയായിട്ട് നമുക്കിനി കാണാം. ഇതാ ബബ്ലൂസ്, ഞാൻ കാളാഞ്ചിക്ക് വേണ്ടി ഏറ് ചൂണ്ട റെഡിയാക്കി വെച്ചേക്കുവാണ്. കാളാഞ്ചി ഇന്ന് പിടിച്ചിരിക്കും, ഇല്ലെങ്കിൽ എന്റെ അളിയൻ കാലം കൊഞ്ചെങ്കിലും പിടിക്കും. അളിയനിവിടെ ഇപ്പൊ ഉണ്ട്. അളിയന് വലിയൊരു വരാൽ എനിക്ക് പിടിച്ചു വെച്ചേക്കുവോ വറുത്ത് തിന്നാൻ വേണ്ടി. ഇപ്പൊ പണി കാണിച്ചു തരാം. കണ്ട കോർക്കുന്ന കണ്ട. ബബ്ലൂസ് ഇങ്ങനെ കുഞ്ഞു മീനൊക്കെ പിടിച്ച് ഇവിടെ ഇരുന്നോ. ഞങ്ങള് വലിയ മീനൊക്കെയാണ് പിടിക്കണത്. എന്റെ പൊന്നെ, പൊങ്ങച്ചക്കാരന് ഒറ്റക്കൊങ്ങച്ചത്തിനൊരു കുറവില്ല. കാണിച്ചു എറിയുമ്പോഴാണ് അടിപൊളി. ഇപ്പൊ കണ്ടോ കരയെ വീഴും. അങ്ങോട്ട് എറി. അങ്ങോട്ട് കല്ലെന്തിയെ. പിന്നെ നമ്മൾ കളിയാക്കിയിട്ട് കാര്യമില്ല. കഴിഞ്ഞ പ്രാവശ്യം കൂരി പിടിച്ച ആശാനാണ്. കൂരി കിട്ടാമെങ്കിൽ പിന്നെ അതിനെക്കാട്ടി വലുതൊക്കെ കിട്ടും. എന്ത് അങ്ങോട്ടല്ലേ? പിടിച്ചോ.
എറിയുന്ന സ്ഥലമൊക്കെ സൂപ്പർ. ഓ ആ ആദ്യമായിട്ട് കറക്റ്റ് ഒരു സ്ഥലത്ത് എറിഞ്ഞു. കൊഞ്ചായിട്ടേക്കണേ കൊഞ്ച്. കൊഞ്ച് കൊഞ്ച് വലിയ ചെമ്മീൻ. ഒരാളെ ഇവിടെ ഇട്ട് വെച്ചിട്ട് കൊത്തുന്നുണ്ടാന്ന് നോക്കിയാ അത് തിന്നോണ്ട് പോയെന്ന് എങ്ങനെ അറിയാം? ചെമ്മീൻ നല്ല മീനാണെങ്കിൽ ഒറ്റ പിടുത്തത്തിന് വലിച്ചിങ്ങോട്ട് വരും അല്ലേ ശിവ? ഒന്നും ഇവിടെ നിറയെ പോരല്ലേടാ. മീനല്ല കമ്പനിയുടെ ഒക്കെ അറിയാം. മീൻ കാണും ചിലപ്പോ പക്ഷി എന്ത് ചെയ്യും? മോൻ കത്തിക്കൊണ്ട് ഇത് വേറെ ചൂണ്ടയില്ലേ? വേറെ പണി കിട്ടി. ഉണ്ടാ മീനുണ്ടായിരുന്നു എൻ്റെ തുമ്പത്ത് കിടക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ചൂണ്ടേ ചതിക്കല്ലേ. അവിടെ മീൻ നല്ല കൊത്തും. ആ പശുവരെ പണി കിട്ടിയേട്ടാ. ഏ ഉടക്കി എൻ്റെ ചൂണ്ട. വളരെ നന്നായിരുന്നു. വളരെ ചൂണ്ട പൊട്ടിയാളെ എവിടെ? ഒരു നൂലാണ് പോയത്. ഉടക്കിപ്പൊട്ടി വിദേശ നൂലായിരുന്നു. അളിയന് സായിപ്പന്മാർ യൂറോപ്പിൽ നിന്ന് കൊണ്ട് കൊടുത്ത നൂലായിരുന്നു. പൊട്ടിച്ച് കളഞ്ഞു. ഭയങ്കര നഷ്ടമായിപ്പോയി. നമ്മൾ വാള പിടിക്കാൻ വന്നത് ഒരു വരാൽ കിട്ടി ഒഴിച്ചാൽ ബാക്കി നമുക്ക് നഷ്ടം തന്നെയാണ്. പക്ഷെ അത് നമ്മൾ പൊരിച്ച് കഴിക്കുമ്പോൾ ചെറിയൊരു സന്തോഷം വരും അല്ലേ? അന്നേരം ബബ്ലൂസ് അവിടെ നിന്ന് ചെറിയ മീനൊക്കെ പിടിക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുവാണ്. ചൂണ്ട 2 എണ്ണമാണ് ഉടക്കിപ്പോയത്. ഞാനവിടെ വലിയ ആറ്റുവാളൊക്കെ എറിഞ്ഞു വെച്ചേക്കുവാണ്. എന്തായാലും എനിക്ക് മീൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങളിവിടെ നിൽക്കുവാണ്. നമുക്ക് കാണാം. ഹായ് ബബ്ലൂസ്. അപ്പൊ തസ്വര തോറ്റ് തുന്നാൻ പാടിയല്ലേ? തോറ്റ് തുന്നാൻ പാടിയൊന്നുമല്ല, വലിച്ചു കയറ്റുവാണ്. നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ നിങ്ങൾ ഇട്ടപ്പോ തന്നെ എനിക്ക് അറിയായിരുന്നു ഒന്നും കിട്ടത്തില്ല. എത്ര വലിയ ചെമ്മീൻ ഇട്ടാലും തസ്വീർ ഇട്ടാ കിട്ടത്തില്ലെന്ന് എനിക്കറിയായിരുന്നു. എപ്പോഴത്തെ പോലെ തന്നെ നമുക്ക് മീനൊന്നും ഇത്തവണ കിട്ടിയില്ല. നമ്മള് ചൂണ്ടയൊക്കെ നമ്മൾ തോറ്റ് തുന്നാൻ പാടിയെന്ന് സമ്മതിച്ചാ? തോറ്റ് തുന്നാൻ പാടിയെന്നൊന്നും പറയാൻ പറ്റത്തൊന്നുമില്ല നമുക്ക്. അങ്ങനെ ഈ മീൻ കിട്ടിയില്ലെന്നും പറഞ്ഞ് എന്ത് തോൽവി? അതിലൊന്നും കാര്യമില്ല. അപ്പൊ നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാം. അടുത്ത പരിപാടി ഈ മീൻ കണ്ടിട്ടല്ലേ ഇത്ര ചാടാ ഇരിക്കുന്ന ഇതാ. ഇതെനിക്ക് എന്റെ അളിയൻ പിടിച്ചെന്ന്. അതാണ് കഴിവുള്ളവർ പിടിക്കുമെന്ന് പറഞ്ഞ സമ്മതിച്ചല്ലോ. ഓ ഇത് മീൻ പിടിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യമാണ്. ഇന്ന് അസ്മീറിന് പിന്നെ ഭാഗ്യമുണ്ട്. അസ്മീറെ മീൻ വെട്ടാ ഭാഗ്യമുണ്ട്. ഇന്നത്തെ രാശി നല്ലതാണ്. കാരണം വീട്ടിൽ വെച്ച് മീൻ വെട്ടിയും അതുണ്ടാക്കി എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുള്ളല്ലേ. ഇവിടെയൊക്കെ 4 മണിക്കൂറൊന്നും പിന്നെ എങ്ങനെയാ ചെറുമ്പലൊന്നും കളയത്തില്ല, ക്ലീൻ ചെയ്യത്തില്ല, 4 മണിക്കൂർ ഉരച്ചെടുക്കും. എങ്ങനെയായാലും വെട്ടി മുട്ടപ്പനാക്കിയിട്ട് അതുണ്ടാക്കി കഴിച്ചാൽ മതി. കാശ്മീരിന്റെ സ്പെഷ്യൽ ഇന്ന് ഉണ്ടാക്കിയാലോ നമുക്ക്? എല്ലാ ദിവസവും ഞാനല്ലേ അത് പാചകം ചെയ്യുന്ന. അപ്പൊ ഇന്നൊരു വെറൈറ്റി വേണ്ടേ? ഇടയ്ക്ക് നമ്മുടെ ഹസ്ബൻഡിന് പണിയും തരണ്ടേ? ഞാൻ ഇന്ന് കാശ്മീരിൽ നിന്ന് ഏൽപ്പിച്ചേക്കല്ല, ഞാൻ തലയില്ല. ഇതാണ് ചക്ക ചങ്ക ചക്ക ചങ്ക ചക്ക. എല്ലാ ദിവസവും ഇതങ്ങ് ചെയ്ത ദിവസം വീട്ടിൽ. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഇവിടൊക്കെ ഒന്ന് ചങ്ക ചക്ക.
പുറത്ത് പോകുമ്പോ എന്റെ ബ്ലൂസിന് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു പോരാ. ഗോവയിൽ പോയപ്പോ ഞാൻ മീൻ പെട്ടി കഴുകി തന്നില്ല. പിന്നെ ഭയങ്കര കാര്യമാണ്. അത് മൊത്തം എനിക്ക് തൊണ്ടവയ്യാഞ്ഞ സമയം നോക്കി കഴിച്ചിട്ട് കിട്ടിയ ചാൻസ് മുതലെടുത്ത്. അപ്പൊ ഇനി എളുപ്പം വെട്ടി ശരിയാക്കട്ടാ. താമസിക്കാൻ പറ്റില്ല. ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ വീട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ അങ്ങ് ചെയ്താൽ മതി. ഇവിടെ ഒരു സംഭവം ഉണ്ട്, ഉരക്കാൻ കല്ലുണ്ട് അറിയാം. അപ്പൊ ഉപ്പിട്ട് നല്ലോണം ഉരയ്ക്കുക. അല്ല തൊലി എത്തിയെടുക്കുക. തൊലി അങ്ങോട്ട് പൊളിച്ചെടുത്താൽ ഇതൊന്നും ആവശ്യമില്ല. ഇത് ചെതുമ്പേണ്ട ആവശ്യമില്ല. തൊലി വലിച്ചെടുത്താ ഉപ്പിട്ടിട്ട് വേണം ഉരയ്ക്കാൻ. ഇവിടെ ഇന്ന് ഉരയ്ക്കാൻ പറ്റത്തില്ല. ഞാൻ നല്ല സ്ഥലം കാണിച്ചു കൊടുത്തയാ. ഇങ്ങനെ മീൻ വരയുവാണ് കേട്ടോ കശ്മീർ. ഈ മീനെ ഇനി നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കണം. മിനറൽ വാട്ടറിൻ്റെ ഉപ്പൊക്കെ ഇട്ട്. ഇതാണ് ഈ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. വേറെ അവര് കുടിക്കത്തൊന്നും ഇല്ലല്ലോ. പിന്നെ പാത്രം കഴുകും. മീൻ കഴുകിയെടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ നല്ല വെള്ളത്തിൽ ഒന്നും കൂടെ കഴുകിയിട്ട് എടുക്കാറ്. നമ്മള് പലവിധ അഴുക്കുകൾ ഒഴിവ് വരുന്നത്. അങ്ങനെ ഉണ്ട്. ഉണ്ടോ ആണുങ്ങൾ പെണ്ണുങ്ങളെ തോപ്പിച്ച് കളയും. എത്ര നമ്മളൊക്കെ ഇതുപോലുള്ള മീനൊക്കെ ആയിട്ട് എന്ത് പെടാപ്പാട് വന്നത്. ഈ സിമ്പിളായിട്ട് ആവശ്യം മീൻ വെട്ടി അതിന് ഉപ്പൊക്കെ ഇട്ട് ഇതേ പാറയിലിട്ട് ഉരച്ച് വെളുപ്പിച്ച്. ഇന്ന് തസ്മീറിൻ്റെ വകയാണ് പാചകം. ഇന്ന് ഫുള്ള് ഞാനാണ് കേട്ടോ. നിങ്ങൾ ആരും കണ്ടിട്ടില്ലല്ലോ എൻ്റെ പാചകം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് എനിക്ക് ഇടയ്ക്കൂടെ ചോദിക്കാം ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഇടേണ്ടതെന്ന്. അതാണ് തസ്മീൻ്റെ ടേസ്റ്റ്. ഇന്ന് ഞാൻ പറഞ്ഞു തരത്തില്ല. മറന്നു പോകും. ഒരാൾ പറഞ്ഞു കൊടുക്കുന്നതാണ് ആ രുചിക്കൂട്ട്. അല്ലെങ്കിൽ നമ്മൾ ഇന്ന് തസ്മീറിന് ഞാൻ പറഞ്ഞു തരത്തില്ല. സ്വന്തമായിട്ട് ചെയ്തോണം. എപ്പോഴും ഞാൻ എന്തെങ്കിലും ഫ്രൈ ചെയ്ത് തരുമ്പോൾ എന്നെ കുറ്റം പറയത്തില്ലേ? മീൻ വറുത്തതിന് ഉപ്പില്ല, അല്ലെങ്കിൽ എരിവില്ല, പുളിയില്ല, മുളക് കുറഞ്ഞു പോയിന്ന്. അപ്പം ഇന്നെല്ലാം കറക്റ്റ് ആക്കിയിട്ട് തന്നെ എനിക്ക് ചെയ്ത് തരണം. മതി, കുഴപ്പമൊന്നുമില്ല. വരഞ്ഞ കഴുകിയിട്ട് വരഞ്ഞാൽ മതിയല്ല. അതിൻ്റെ ഒക്കെ നിങ്ങളുടെ അതിൻ്റെ ഉള്ളൊന്നും കൂടെ ക്ലീൻ ചെയ്യണം. അതിൻ്റെ ഉള്ളിലേക്ക് ആ മീൻ വട്ടം മുറിച്ചതിൻ്റെ അകത്തെ കറുത്തിരിക്കുന്ന സാധനം കണ്ടാ അത് ചിരണ്ടി അങ്ങ് കള. അതതിൻ്റെ അഴുക്കാണ്. ഒരാണ് മീൻ വെട്ടുമ്പോൾ അതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. നമ്മളതൊക്കെ ഒന്ന് കറക്റ്റാക്കി ഒന്നും കൂടെ പറഞ്ഞു കൊടുത്തോ, അല്ലെങ്കിൽ നമ്മൾ തന്നെ ചെയ്തെടുക്കുക. കണ്ട അതിൻ്റെ അകത്തെ കറുത്ത സാധനം ദേ ആയിരിക്കുന്ന സാധനം. അത് പിച്ചാത്തി വെച്ച് ഉരയ്ക്കണം. ആ കറുത്ത മൊത്തം കളയണം. അതാണ് അതിൻ്റെ വേസ്റ്റ്. ഫുള്ള് കള. ഇങ്ങനെ ആക്കിയാൽ മതി, തനിയെ പോകും. ഫുള്ള് കളയണം. ഈ തുമ്പ് മാത്രമല്ല, അങ്ങേറ്റം വരെ കളയണം. പഠിപ്പിച്ച് വരുമ്പോൾ ഞാൻ ഒരു പരിഭവം. നമുക്കിനി അടുത്ത എന്തൊക്കെയാണ് തസ്മീർ ഇതൊക്കെ കഴിഞ്ഞ് ചെയ്യുന്നത് അത് കാണാം കേട്ടോ. എന്തൊക്കെ തന്നെയാണേലും തസ്മീർ കുറച്ച് വീരവാദം മുഴക്കിയാലും മീനൊക്കെ വെട്ടിക്കഴുകി ഇങ്ങോട്ട് ഇറങ്ങിയപ്പോ തന്നെ ടെന്റ് കിടന്ന് പറക്കുന്ന കണ്ട്. ഭാഗ്യത്തിന് ഈ തോട്ടിൽ പോയില്ലെന്ന് മാത്രം. കാറ്റടിച്ചോണ്ട് ഇപ്പൊ പോയേനെ. അതിനെയൊക്കെ വന്ന് എടുത്ത് നിവർത്തി വെച്ച് വന്നപ്പോ ആശാൻ കുഴഞ്ഞു കേട്ടാ. പിന്നെ എന്നോട് പറയാണേ, ഞാനത് വെറുതെ പറഞ്ഞാണ്, നീ തന്നെ കൂട്ടിട്ട് വേണമെങ്കിൽ ഫ്രൈ ചെയ്താൽ മതിയെന്ന്. എങ്ങനെ ഇരിക്കുന്ന സംഭവം. പിന്നെ എനിക്ക് പറ്റിയ പോലെ KV ലൈനൊന്നും അല്ല, സാധാ ലൈൻ. എന്നാലും എവിടെയെങ്കിലും ലീക്ക് കൊണ്ട പ്രശ്നമാണ്. ചൂണ്ട ഇരുമ്പല്ലേ. മീൻപിടുത്തക്കാർക്ക് ഇതൊന്നും പേടിയില്ല. അത് പോകാതെ കിട്ടുവടാ. ഒരു മീൻ വെട്ടി കടത്തിലൊക്കെ ഇറങ്ങി കുഴഞ്ഞു വന്നപ്പോഴാണ് ടെന്റ്. അതിൽ മണ്ണിലാണ് ലോക്ക് ചെയ്ത് വെക്കുന്നത്. അങ്ങനെ ഇവന്റെ ചൂണ്ടയും പോയിട്ടാ കിട്ടിയാ. ഭാഗ്യം. മതി, വെള്ളം തീർക്കല്ലേ. പെട്ടെന്ന് കാരണം വെള്ളം ഇവിടെ ഒന്നും ഇല്ല. വെള്ളത്തിന്റെ ആവശ്യമില്ലല്ലോ. എന്നാലും അത് കൈ കഴുകാനോ മറ്റുള്ളതിനൊക്കെ വേണ്ട. അത്രയല്ല, ആ വെള്ളം തികയത്തില്ല. എനിക്കറിയാം. അതാണ് ഇവിടെ കടയും. ഇതാ വീണ്ടും നമ്മളിതാ അടുപ്പമായിട്ട് വന്നിരിക്കുകയാണ്. അടുപ്പ് ഇതാ വലിയ നമ്മള് ഏതാ ബ്രാലല്ലേ, വരാലിനെ ഫ്രൈ ചെയ്ത് കഴിക്കാൻ വേണ്ടി പോവുകയാണ്.
എവിടെയാണ് വെക്കുന്നത് എവിടെ കാറ്റില്ലാത്ത വെക്കണം ബബ്ലൂസ്? ടെന്റ് പറന്ന പോലെ സ്റ്റൗ പറന്ന് പോകരുത്. കാറ്റടിക്കാത്ത ഇരിക്കുന്നുള്ള സ്ഥലത്ത് വെച്ചേക്കുക. വെളിച്ചെണ്ണ സ്പൂണും കൊണ്ടുവന്നാൽ മതി. നാളെ കേട്ടോ ചൂടായിട്ടില്ല, പറയാൻ പറ്റത്തില്ല. കുറച്ചിട്ട് ഇപ്പൊ ചൂടായി. മൂവീസ് നടക്കുമല്ലേ? അടുത്ത് പിടിച്ചോ, അടുത്ത് കാണാൻ പറ്റില്ല. ആൾക്കാർ പരാതി പറയും. കാണാൻ പറ്റുന്നില്ല. ആ നേരത്തെയൊക്കെ പരാതിയായിരുന്നു. അല്ല കാരണം വെച്ചാൽ മതി മതി, നല്ല വെക്കണ്ട. ഒരു സൈഡ് മാത്രം ചൂടാണ്. ഹായ് ബബ്ലൂസ്, യെസ്, എന്തായി? മീൻ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു, വരാല് കിടന്ന് പൊരിഞ്ഞോണ്ടിരിക്കുന്നു അല്ലേ? ഓ, ബബ്ലൂസിന്റെ ചിരിയൊക്കെ കണ്ട. ആ, അതാണ് ഞങ്ങളോട് കളിക്കരുത് മക്കളെ. ഇവിടെ വന്ന് ഇതുപോലൊക്കെ ഒന്ന് കുക്ക് ചെയ്ത് കഴിക്കാനൊക്കെ ഒരു ഭാഗ്യം വേണം. ആ, അതാണ് ബബ്ലൂസ്. എന്താ സ്ഥലം കണ്ടല്ലോ. അങ്ങനെതാ ഞാൻ ഫ്രൈ ചെയ്ത വരാലി റെഡിയായിട്ടുണ്ട് കേട്ടോ. ഇതെന്താ കോരി എടുത്തോണ്ടിരിക്കുകയാണ്. ഇനിയും ഉണ്ട് 2-3 പീസ്. ഒരു പീസ് വെള്ളത്തിൽ പോയി. അത് ഏതോ മീന് തിന്നാൻ ഭാഗ്യം ഉണ്ടായിരുന്നു. ഇനി ഇതും കൂടെ താഴെ പോയ സ്മരണ കൊല്ലും. അടുത്ത് ഇട്ടോണ്ടിരിക്കുവാണ്. വലിയൊരു ഇതിവിടെ കിടന്ന് വേണ്ട. അങ്ങനെതാ നമ്മുടെ വരാല് ഫ്രൈ വന്നിരിക്കുകയാണ്. ബബ്ലൂസ് കഴിച്ചു നോക്കണം. ബബ്ലൂസ് തന്നെ കഴിയും ആദ്യം തന്നെ. ആദ്യം തന്നെ ബബ്ലൂസ് തന്നെ ഇച്ചിരി തണുപ്പിച്ചിട്ടൊക്കെ കഴിക്കും ബബ്ലൂസ്, എന്നാലേ ടേസ്റ്റ്. മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഓടണ്ടേ? അതൊക്കെ നമ്മൾ ഓടും. നല്ല ചൂടുണ്ട്. എന്തെങ്കിലും കുറ്റം ഉണ്ടോ എനിക്ക് പറയണ്ടല്ലേ ഞാൻ ഉണ്ടാക്കിയോണ്ട്. മഴ പെയ്യട്ടെ ഇപ്പൊ, അതുകൊണ്ടാ. ടേസ്റ്റ് ഉണ്ടോ ബബ്ലൂസ്? ടേസ്റ്റ് ഉണ്ട്, അടിപൊളി. ചുമ്മാ അല്ല നിങ്ങൾ പറഞ്ഞ ഇതിന്റെ മണം അടിച്ചിട്ട് കൊതി വരുന്നത് ഷിബു പറഞ്ഞു. കഴിച്ചു നോക്കട്ടെ. കൊള്ളാം ബബ്ലൂസ്, അടിപൊളിയാണോ? കൊള്ളാം, ഇഷ്ടപ്പെട്ടാ? ചൂട് മഴ പെയ്യുന്നതിന് മുമ്പ് ഇന്ന് കൊടുത്ത ഇത് കണ്ടാ, മഴക്കാറ് കണ്ടാ? ഗവൺമെന്റ് പോട്ടാന്ന് തോന്നുന്നു കറക്കുന്നു ഇരിച്ചോണ്ട് പോകും. മഴക്കാറുണ്ട് നിങ്ങൾ. മഴ വരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഓടണം. അപ്പോൾ അയ്യോ, എൻ്റെ ഫ്രൈ അടുത്ത കിടന്ന് ഒരുങ്ങുന്നതേ ഉള്ളൂ. ഇതിന് രുചിയുണ്ടോ ഇല്ലേന്ന് പറയാൻ അർഹതയുള്ള ഒരാളാണ്. ചൂടാണ്, നോക്കി കഴിക്കണം. എന്റെ കൂട്ടായിരുന്നെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കിട്ടിയാണ്. അതാണ് അവസാനം വന്നപ്പോ പിന്മാറി. കുരുമുളക് കുറഞ്ഞു പോയി. കുരുമുളക് കൊണ്ടുവന്നില്ലല്ലോ, കുറയാനല്ല. നമ്മള് കറക്റ്റ് ആണ് മോനെ. ഞാൻ പിടിക്കാൻ പാടല്ലേ മസാല, സാധാരണ വരാനേ. ടേസ്റ്റ് ഇല്ല അതാണ്, പക്ഷെ നല്ല മാംസം. ഇങ്ങനെ കൊള്ളാവാ, ഭയങ്കര കട്ടിയാ. സൂപ്പർ സൂപ്പർ. ഓക്കെ, അപ്പം ഇവരെല്ലാം പറഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. ഇനി അടുത്തത് 2-3 പീസ് ഇവിടെ കിടന്ന് വെന്തുകൊണ്ടിരിക്കുന്നുള്ളൂ. അതിനുള്ളിൽ മഴ വീണാൽ നമ്മുടെ പണി തീരും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഇതെല്ലാം പൊക്കിക്കൊണ്ട് ഓടാൻ പോകണം. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ. റൂട്ടിൽ കാണാം.